വയനാട് ദുരന്തത്തിൽ കേരളത്തിന് അടിയന്തിരമായി ധനസഹായം നൽകാനുള്ള സമയമായിട്ടില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത ശേഷം കേരളം സഹായം ആവശ്യപ്പെടട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. സഹായത്തിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തും. സഹായം മാത്രമല്ല, ഇനി അത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള നടപടിയും കൈക്കൊള്ളും. അതാണ് മുഖ്യം. ജനങ്ങൾക്ക് എത്തേണ്ടത് എത്തും, സുരേഷ് ഗോപി പറഞ്ഞു. വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അത് സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കൂ കുത്തിത്തിരിപ്പുണ്ടാക്കരുതെന്നും നിയമം പോയി പഠിക്കൂ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതിനിടെ ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം വയനാട്ടിൽ നടന്നിരുന്നു. മുണ്ടക്കയിലെ ഉരുൾപൊട്ടലിൽ രക്ഷിക്കാൻ കഴിയുന്നവരെയെല്ലാം രക്ഷിച്ചെന്നും ഇനി ആരും അവിടെ ബാക്കിയില്ലെന്നുമാണ് സൈന്യം അറിയിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഈ പ്രദേശത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകാം. ആവശ്യമായ യന്ത്രങ്ങൾ അവിടേക്ക് എത്തിക്കാൻ സാധിക്കാത്തതിനാൽ ആളുകളെ പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ബെയിലി പാലം നിർമ്മിച്ചതോടെ ഇക്കാര്യത്തിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ ഉപകരണങ്ങൾ എത്തിച്ച് ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനോടകം തന്നെ ഒരുപാട് പ്രമുഖരും സിനിമാ മേഖലയിലുള്ളവരും ധനസഹായവുമായി രംഗത്തെത്തിയിരുന്നു. കുവൈത്തിലുള്ള ഇന്ത്യൻ ആർട്സ് ഫെഡറേഷൻ സഹായമായി രംഗത്തെത്തിയിരുന്നു. ആദ്യ ഗഡുവായി 1 ലക്ഷം രൂപ അടിയന്തിരമായി നൽകും. മകളുടെ വിവാഹ സൽക്കാരത്തിനായി കരുതിവെച്ച 5 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തീരുമാനിച്ചു കെ.ടി. ജലീൽ എം.എൽ.എയും. ദുരിതബാധിതർക്കായി ക്ഷേത്രത്തിലെ മാനവസേവാനിധിയായ കൃഷ്ണഹസ്തം സഹായനിധിയിൽ നിന്ന് സഹായം നൽകുമെന്ന് ഉള്ളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പ്രസിഡന്റ് പറഞ്ഞിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഉരുൾപൊട്ടലിൽ നാശനഷ്ടം സംഭവിച്ചവർക്കും വീട് നഷ്ടപ്പെട്ടവർക്കും സഹായവുമായി പ്രവാസി സംഘടന ഇൻകാസ് UAEയും രംഗത്തെത്തിയിട്ടുണ്ട്. 10 വീടുകളും ആദ്യ ഗഡു ധനസഹായവുമായി 5 ലക്ഷം രൂപയും നൽകാനാണ് തീരുമാനം. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ ഇതിനോടകം നൽകി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 ലക്ഷം രൂപ നൽകിക്കൊണ്ട് വെണ്ണല സർവീസ് സഹകരണ ബാങ്കും മാതൃകയായി.